ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്കാണ് പോകുന്നത്. നല്ല ചെളി മയത്തിലാണ് ഇവിടെ റോഡൊക്കെ കിടക്കുന്നത്. ജീപ്പും കാറും ഒക്കെ വന്ന് ആകെ കൊള്ളമായി കിടക്കണേ. വേ ടു ബട്ടർഫ്ലൈ ബീച്ച് എല്ലാ സ്ഥലത്തും അത് എഴുതി വെച്ചിട്ടുണ്ടാവും. വേ ടു ബട്ടർഫ്ലൈ ബീച്ച് വലിയ കുഴിവെല്ലാം ഒക്കെ എത്തിയിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു പകുതി പോലും വീതി ഉണ്ടായിരുന്നില്ല വഴിക്ക്. അതേപോലെ ഭയങ്കര മോശവുമായിരുന്നു വഴി. ഇപ്പോൾ കൽപ്പൊടി കൊണ്ടൊന്ന് അടിച്ചിട്ടുണ്ട്. കാർ ചെയ്തിരുന്ന വെച്ചാൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. ഇപ്പോൾ സ്കൂട്ടർ കയറി പോവുള്ളൂ. വരുന്ന വഴിക്ക് ഇതേപോലത്തെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള ഒരു സ്പേസ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വേണം പോരാൻ. ഓക്കെ, വണ്ടി അപ്പോൾ നമ്മൾ കയറ്റി ഇനി ഇവിടെ നിന്ന് നേരെ. തുടക്കം ഏരിയയിലൊക്കെ നല്ല അഡ്വഞ്ചർ റൈഡായിരുന്നു. ഇവിടെ പിന്നെ മണ്ണ് മറ്റേ കൽപ്പൊടിയല്ല. ഈ ജൂൺ ജൂലൈയിലൊക്കെ വരുമ്പോൾ ഇവിടെ ചെളിഞ്ഞ് കിടക്കും. അപ്പോൾ വണ്ടി ഓടിച്ച് പോക്കൊരു പണിയല്ലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഡിസംബറിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ബുള്ളറ്റിനാണ് പോകുന്നത്. ഇതേപോലത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ. നല്ല പുൽമേടും നല്ല ഭംഗിയായിട്ടുള്ള ഏരിയാസ് കൂടി വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. ആ വഴിയാണ്. അത് നിങ്ങൾ സ്കൂട്ടറിന് ബട്ടർഫ്ലൈ ബീച്ചിൽ വരികയാണെങ്കിൽ ഏത് ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് ഓടിച്ച് അറ്റം വരെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ഇങ്ങടേക്ക് എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട് എൻട്രി ഫീ ഉണ്ട്. അതിനെന്ത് 500 ആണെന്ന് തോന്നുന്നു. 2 പേരായിട്ട് വരികയാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. നമ്മളെത്തി എന്ന് തോന്നുന്നു. ഇവിടെ കൊണ്ടുവന്ന് വണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ആ വഴിക്ക് വന്നു. ഇവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചു. കണ്ടു, ഇവിടെ ജീപ്പൊക്കെ ഉണ്ട്. ഇവരിവിടെ ടൂറിസ്റ്റിനെ കൊണ്ടുവന്ന് ആക്കിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി നേരത്തെ ഈ കെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കടയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവന്മാർ കെട്ടി കടയൊക്കെ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഫീസും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഫീസും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു 100 മീറ്റർ അടുത്ത് 100-200 മീറ്റർ അടുത്ത് നടക്കാണ്ട് ആ കാട്ടിക്കൂടി. ഇവർ പവറൊക്കെ എടുക്കുന്നുണ്ടോ പാനലിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വാഷ്റൂം ഉണ്ട്. 20 റുപ്പീസ് പേ. ഇതാണ് ഉള്ളിലേക്കുള്ള വഴി. വഴി നല്ല സൂപ്പർ വഴിയാണ്. അത് നമ്മളിത് വന്ന് എത്തിക്കഴിഞ്ഞു ബട്ടർഫ്ലൈ ബീച്ചിലേക്ക്. യെസ്, ഇതുണ്ടോ ബട്ടർഫ്ലൈ ബീച്ചിൻ്റെ ഒരു ലോങ് വ്യൂ ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാം. അതിൽ കൂടുതൽ ലോങ് ആക്കണമെങ്കിൽ ഇനിയും ഫ്രണ്ടിലേക്ക് പോകണം. മഴ ആയതുകൊണ്ട് തിരക്ക് കുറവ്, അധികം ആൾക്കാരില്ല. കണ്ടോ, ഇതാണ് ബട്ടർഫ്ലൈ ബീച്ച്. കണ്ടോ, ഈ ഒരു വ്യൂവിന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പുറത്തും ക്ലിഫാണ്, ഇപ്പുറത്തും ക്ലിഫാണ്. ഞാൻ അത് റെയിൻ കോട്ട് കൊണ്ടൊന്ന് ഇവിടെ ഇടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വെച്ചിട്ട് മഴ കിട്ടി കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പോലൊരു സ്ഥലമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു 3:30 ടൈമായി. നല്ല അടിപൊളി ഒരു വൈബാണ്. വെയിലൊന്നുമില്ല, മഴക്കുള്ളൊരു കോളുള്ളതുകൊണ്ട് റെയിൻ കോട്ടൊക്കെ ആയിട്ടാണ് വന്നത്. കാരണം ഇവിടെ മഴ അടിച്ചു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പോലൊരു സ്പേസ് ഇല്ല. അവിടെയൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് ചെന്നിട്ട് ബട്ടർഫ്ലൈ ബീച്ച് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടോ? ചൂണ്ടക്കാരാണത്, ടൂറിസ്റ്റ് അല്ല. അവരവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ മേളിൽ നിന്നിട്ട് ഇവിടെ കൂടിയാണ് അവർ മേളിലേക്ക് കയറിയിരിക്കുന്നത്. കേട്ടോ, ഇവിടെ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണല്ലോ, ഇതിൻ്റെ അപ്പുറത്താണ്, ആ മരത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഓക്കെ, കേട്ടോ, അവരൊക്കെ ബട്ടർഫ്ലൈ ബീച്ചിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതാണ് ആ കാണുന്നത്. ആളുകൾ വന്നുകൊണ്ടിരിക്കണേണ് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക്. ഓക്കെ, എൻ്റെ ചെരിപ്പൊഴുകി പോയി. ഇതിപ്പോൾ അവരൊക്കെ കൂടി പിടിച്ച് തിരിച്ചു തന്നാണ്. അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല. നേരെ ചെരുപ്പെടുത്തത് എവിടെ ഇട്ട്. അധികം നീളവും വീതിയൊന്നും ഇല്ല ഈ ബീച്ചിന്. ഒരു 50 മീറ്റർ എന്ന് പറയാം. ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ മേളിൽ നിന്ന് ചൂണ്ടിടണുണ്ടോ.
ഡിസംബർ ടൈമിലൊക്കെ വരികയാണെങ്കിൽ മിക്കപ്പോഴും അതിൻ്റെ മുകളിലൊക്കെ കയറി ആളുകൾ ഇരിക്കുന്നതാണ്. ഇതിലൊരു പ്രത്യേകതരം വാഴയുണ്ട്, അത് കൊലച്ച് നിൽക്കണ്ടാവും ചില ടൈമിൽ. എവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും വാഴ, കണ്ടോ? ഏത് നോക്കി വെള്ളം നോക്കി അടിപൊളി. നിങ്ങളെന്തായാലും ബട്ടർഫ്ലൈ ബീച്ച് വരിക. ബട്ടർഫ്ലൈ ബീച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ മഡ്ഗാവിൽ നിൽക്കുന്നതാണ് നല്ലത്. മഡ്ഗാവിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ബീച്ച് ആക്സസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം കാബോഡി റാമ ഫോർട്ടും പെബിൾസ് ബീച്ചും ഒപ്പം തന്നെ നമുക്ക് പോകാം. ബഹുമാനവിടെ നിന്ന് വിസിലടിച്ച് തിരിച്ചു വിളിക്കുന്നുണ്ട്. ആ പയ്യൻ മേളിലേക്ക് കയറിയതാണ്. ഓക്കെ, ആ മേളിലേക്ക് പോയതുകൊണ്ടിട്ട് അവിടെ ഒന്ന് നോക്കാൻ വേണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടുണ്ട്. അവർ വാച്ച് ചെയ്യുന്നുണ്ട്, കാരണം എവിടേക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചേട്ടനപ്പം ഇവിടെ നിന്നിട്ട് ഇത് കണ്ടോ ചൂണ്ടിട്ടുകൊണ്ടിരിക്കണേ, കണ്ടോ ടങ്കീസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ മേളിൽ നിന്ന് ചൂണ്ടിടുന്ന പുള്ളി അതവിടെ വെച്ചിട്ട് പോയി എന്ന് തോന്നുന്നു. അതിൽ വന്നിട്ട് ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ബട്ടർഫ്ലൈ ബീച്ചിൽ വരിക. പോകാൻ തോന്നുന്നില്ല ബട്ടർഫ്ലൈ ബീച്ചിൽ. അടിപൊളിയല്ലേ, നോക്കി എന്താ രസം നോക്കിയേ, അടിപൊളി, സൂപ്പർ.